മമ്മി, നമുക്ക് മുത്തശ്ശി കാണാൻ പോയാലോ? ഇപ്പോൾ പോകാനോ? ഇപ്പോൾ പോവാം. എന്നാ കയറ് വണ്ടിയിൽ. ഇതാണ് എൻ്റെ മുത്തശ്ശിയുടെ വീട്. ഇവിടെ മുതലുള്ള സ്ഥലവും മുത്തശ്ശിക്ക് സ്ത്രീധനം കിട്ടിയതാണ്. പാലാ പൻകുന്ന് റോഡ് സൈഡിൽ തന്നെയാണ് മുത്തശ്ശിയുടെ വീട്. ഇനി നമുക്ക് മുത്തശ്ശി താമസിക്കുന്ന വീട്ടിലേക്ക് പോകാം. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് ആ വീട്. ടൗൺ ആണെങ്കിലും ഗ്രാമഭംഗി ഇപ്പോഴും നിലനിർത്തുന്ന വീടും പരിസരവുമാണ് ഇവിടെ. ഈ വീട്ടിലാണ് മുത്തശ്ശി താമസിക്കുന്നത്. ഇനി എൻ്റെ മുത്തശ്ശിയെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മുത്തശ്ശി. ഇപ്പോൾ മുത്തശ്ശിയുടെ പ്രായം 90+ ആണ്. എങ്കിലും എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുകയും ഓർമ്മശക്തിക്കും കാഴ്ചശക്തിക്കും കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ മുത്തശ്ശി പഴയ കാലത്തെ ഒന്നാം തരം കലാകാരിയായിരുന്നു. ഡാൻസ്, തിരുവാതിര ഇതൊക്കെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ഏത് കാര്യത്തെക്കുറിച്ചും മുത്തശ്ശിക്ക് നല്ല അറിവും കോമൺ സെൻസും ഉണ്ട്. മാത്രമല്ല, എന്ത് പറഞ്ഞാലും ഈ പ്രായത്തിൽ കോമഡിയായ രീതിയിൽ മുത്തശ്ശി തിരിച്ചോരോ നമുക്ക് പറഞ്ഞു തരും. ഇന്നലെ നീ എൻ്റെ വീട്ടിൽ വന്നു, ഒരു പുഷ്പം തന്നിട്ട് പോയി. മുത്തശ്ശി പണ്ടത്തെ തിരുവാതിര നന്നായിട്ട് കളിക്കുമായിരുന്നു. അതാണിപ്പോൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മുത്തശ്ശി പുണ്യം ചെയ്ത ആളാണ്. 9 മക്കളുണ്ട് മുത്തശ്ശിക്ക്. എൻ്റെ മാമന്മാരും ആൻറ്റിമാരും ഒക്കെ മുത്തശ്ശിയെ പൊന്നുപോലാണ് നോക്കുന്നത്. മുത്തശ്ശിയെ കാണാൻ ഒരുപാട് ഭംഗിയുണ്ട്. എൻ്റെ മമ്മി എപ്പോഴും പറയും, മുത്തശ്ശിയുടെ സൗന്ദര്യമൊന്നും മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒന്നും കിട്ടിയിട്ടില്ലാന്ന്. അമ്മയും മോളും കൂടെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിക്ക് സ്വർണ്ണം ഒരുപാട് ഇഷ്ടമാണ്. ഈ മാലയും കമ്മലും ഒക്കെയാണ് മുത്തശ്ശിയുടെ ലോകം. അതില്ലെങ്കിൽ ഭയങ്കര വിഷമമായിരിക്കും. ഇപ്പം ഞാൻ ഇവിടെ വന്നത് മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കാനാണ്. എനിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കണമെന്ന് മമ്മിക്കും പപ്പയ്ക്കും നിർബന്ധമുള്ള കാര്യമാണ്. എന്ത് കാര്യം ചെയ്താലും മുത്തശ്ശിയുടെയും മുതിർന്നവരുടെയും അനുഗ്രഹം വേണമെന്ന് നിർബന്ധമാണ് അവർക്ക്. അങ്ങനെ മുത്തശ്ശി എന്നെയും മമ്മിയൊക്കെ അനുഗ്രഹിച്ച് മമ്മി മുത്തശ്ശിക്കൊരു ബിസ്ക്കറ്റും ഒക്കെ കൊടുത്തു. മുത്തശ്ശിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് പാട്ട് പാടിത്തരുകയും തിരുവാതിര കളിച്ച് കാണിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ മുത്തശ്ശിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങളുമായി പിന്നീട് ഒരിക്കൽ വരാം.